കണ്ടോ? ഒരു വലിയ പള്ളി, മുനാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പള്ളി. ആ പള്ളിയുടെ പേര് ഞാനിപ്പോൾ പറയാം, നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. മസ്ജിദുൽ ഖൈഫ്. എന്താ പള്ളിയുടെ പേര്? മിനയിലെ പള്ളിയുടെ പേരെന്താണ്? മസ്ജിദുൽ ഖൈഫ്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കാണ്, നിങ്ങൾ മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ മസ്ജിദുൽ ഖൈഫോ? അതെവിടെ? അങ്ങനെ ആകാൻ പാടില്ല. അടുത്ത കൊല്ലം ഹജ്ജിന് പോകുന്ന ആൾക്കാർ നിങ്ങളോട് അഭിപ്രായം ചോദിക്കും. നമ്മളെ കുടുംബത്തിൽ തന്നെ പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു ഖൈർ തരട്ടെ. 70 അമ്പിയാക്കൾ സുജൂദ് ചെയ്ത സ്ഥലത്ത് എടുത്ത പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. അള്ളാഹു 2 റക്അത്ത് നിസ്കരിക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോൾ ഒന്ന് അവിടെ ഉള്ളത് മസ്ജിദുൽ ഖൈഫ്. രണ്ടാമത്തെ ഒന്ന് ഖൈഫ് കഴിഞ്ഞ് കുറച്ചുകൂടി അപ്പുറത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്, ഇപ്പോഴത്തെ മെട്രോ റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു മല, 2 ഭാഗത്തും മലയാണ്. മിന ഒരു താഴ്വരയാണ്, മധ്യത്തിൽ അപ്പുറം ഇപ്പുറം മലകൾ നിറഞ്ഞു നിൽക്കാൻ. അപ്പോൾ ആ കാണുന്ന മലയുടെ മുകളിൽ നമ്മളെ പള്ളി മിനാരത്തിൽ വെക്കുന്നത് പോലെ ഒരു കുബ്ബ വെച്ചിട്ടുണ്ട്. പരസ്യമായിട്ട് അങ്ങനെ കാണൂല, ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ കാണുള്ളൂ. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കടത്തിയ സ്ഥലം എന്നാണ് ചരിത്രം. ഇപ്പൊ നമ്മൾ എവിടെയാണുള്ളത്? ഇപ്പൊ നമ്മൾ ത്യാഗത്തിന്റെ ഭൂമിയിലാണുള്ളത്. അല്ലാഹു റബ്ബി. ഇനി നമുക്ക് ളുഹറോട് കൂടെ മിനയുടെ ടൈം ആരംഭിച്ചു. എന്താണ് മിനയിൽ ചെയ്യാനുള്ളത്? മിനയിൽ ഇന്ന് ഒന്നും ചെയ്യാനില്ല. മിനയിൽ ഇന്ന് എറിയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്താ മിനയിൽ ചെയ്യാനുള്ളത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മൊബൈൽ ഫോണിൽ കുറേ ആവശ്യമില്ലാത്ത മെസ്സേജുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, ഉണ്ടോ? ഇല്ലേ? അല്ലേ? കുറെ ആവശ്യമില്ലാത്തത് വന്ന് കിടക്കുന്നുണ്ട്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഒന്നങ്ങ് ഡിലീറ്റ് ചെയ്താലോ? അല്ലേ? എന്നാ ഒന്ന് ചെയ്തോളെ, അല്ലേ? ശരി, എന്നാ നിങ്ങളൊന്ന് എൻ്റെ കൂടെ നിൽക്കുക. നമ്മളിപ്പോൾ ഭൂമിയിൽ വന്നിട്ട് എത്ര വർഷമായി? വയസ്സ് ചോദിച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. വയസ്സ് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരാളോട് വയസ്സ് ചോദിച്ചാൽ മറ്റേ ആളെ നോക്കി, അയാളോട് വയസ്സ് ചോദിച്ചപ്പോൾ ഇയാളെ നോക്കി. ഇന്നാൾ ഞാനൊരാളോട് ചോദിച്ചു വയസ്സ് എത്രയായിന്ന് ചോദിച്ചു. 55 കഴിഞ്ഞിട്ട് 10 വർഷമായി. 65 പറയാനൊരു ബേജാറ് പോലെയാണ്. അല്ലാഹു റബ്ബി. നമ്മൾ ബേജാറായ വയസ്സ് ചുരുങ്ങുമോ? അപ്പോൾ ഒന്ന് നിൽക്കും. വയസ്സ് എത്രയായി? 65. നമ്മൾ ഭൂമിയിൽ വന്നിട്ട് 65 വർഷമായി, അല്ലേ? 15 വർഷത്തത് ആനുകൂല്യമായിട്ട് പോയി. 15 വർഷം എന്തായി? ആനുകൂല്യമായിട്ട് പോയി. 15-ൽ നിന്ന് തുടങ്ങിയല്ലേ? ശരി, 16-ാമത്തെ വയസ്സിൽ നാം ചെയ്ത തെറ്റ് 17, 18, 19, 20, അങ്ങനെ 65 വരെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. കണ്ണുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലേ? നാവ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലേ? എന്നാൽ മിനയിൽ ഇരിക്കുക ളുഹർ മുതൽ പിറ്റേ ദിവസത്തെ സുബഹി വരെ നമ്മൾ സംഭവിച്ച തെറ്റുകൾ അള്ളാഹിനോട് ഇങ്ങനെ പറയാം. പടച്ചോനെ, ഞാൻ അന്ന് രാത്രി ചെയ്തത് മാപ്പാക്കണേ, ഞാൻ പകൽ ചെയ്തത് മാപ്പാക്കണേ, ഭാര്യയോട് ചെയ്തത് മാപ്പാക്കണേ, ഭർത്താവിനോട് ചെയ്തത് മാപ്പാക്കണേ, ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്ത തെറ്റ് മാപ്പാക്കണേ. അങ്ങനെ 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 ഓരോന്നും ഡിലേറ്റ് ചെയ്ത് മുഴുവനും പോയി. അതിനാണ് മിനയിലെത്തിയത്. ഇപ്പം എന്താ മിനയിലെ പണിയെന്ന് മനസ്സിലായോ? ഓടാനും ചാടാനും ഒന്നുമില്ല, പക്ഷെ പണി കുറച്ച് കൂടുതലാണ്. ആണോ? അല്ലേ? അല്ലാഹു തആല ഖൈർ തരട്ടെ. ഇപ്പം ആ പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ വെക്കുക. എന്നിട്ട് അതിന് പണം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ പോയിട്ട് അങ്ങനെ പഠിക്കാം. ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അല്ലാഹു ഖൈർ തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പം നമ്മൾ ഡിലേറ്റ് ചെയ്ത് തുടങ്ങി, അല്ലേ? ളുഹർ മുതൽക്ക് നമ്മളിതങ്ങനെ ഡിലേറ്റ് ചെയ്ത് മുഴുവൻ പോയി. ഇൻഷാ അല്ലാഹ് പിറ്റേ ദിവസം അറഫ. പിറ്റേ ദിവസം ഏതാണ്? അറഫയിലേക്ക് പോകേണ്ടത് ദിൽഹിജ്ജ മാസം 9-ന് സുബഹി കഴിഞ്ഞ് അറഫയിലേക്ക് പുറപ്പെടും. അതുവരെ നമ്മൾ എവിടെയുണ്ട്? മിനയിലുണ്ട്. മിനയിലെ പകലും മിനയിലെ രാത്രിയും ഒരുപോലെ തൗബ ചെയ്യണം. ആ തൗബ ചെയ്തുകൊണ്ട് നമ്മുടെ ഇടഭാഗത്തെ റെക്കോർഡിൽ സൂക്ഷിക്കപ്പെട്ട ഈ ആവശ്യമില്ലാത്തതെല്ലാം കഴുകിക്കളയുക. അതാണ് മിന. ഇനി നമുക്ക് മിന താഴ്വരയിൽ നിന്ന് ദിൽഹിജ്ജ മാസം 9 ഈ ദിവസത്തിന്റെ പേരെന്താ? യൗമു അറഫ. എന്താ പേര്? ഇന്നലത്തെ ദിവസം ഏതായിരുന്നു? യൗമു തർവിയ. ഇന്നേതാണ്? യൗമു അറഫ. അറഫ ദിവസം. അറഫ ദിവസത്തിൽ നമുക്ക് എല്ലാവർക്കും എങ്ങോട്ട് പോകണം? അറഫയിലേക്ക് പോകണം. അറഫ എന്ന് പറഞ്ഞാൽ നബിയുല്ലാഹി ആദം, ബീവി ഹവ്വ,
ഉമ്മയും ഉപ്പയും സ്വർഗലോകത്ത് വെച്ച് നിക്കാഹ് ചെയ്തു. സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് ചെയ്തു. നിക്കാഹ് കഴിഞ്ഞ ശേഷം രണ്ടാളും അവിടുന്ന് ഇറങ്ങി. ഉമ്മാനെ അന്വേഷിച്ച് വാപ്പയും, വാപ്പാനെ അന്വേഷിച്ച് ഉമ്മയും. ഉമ്മ അങ്ങ് ജിദ്ദയിൽ നിന്ന്, അറബികളൊക്കെ ജിദ്ദ എന്നല്ല പറയാ, ജദ്ദ എന്നാ പറയാ, വല്യമ്മ എന്ന അർത്ഥത്തിൽ. ഉമ്മ അങ്ങ് ജിദ്ദയിൽ നിന്ന് നടന്നു, വാപ്പ അങ്ങ് ഇന്ത്യയിൽ നിന്നും നടന്നു. രണ്ടാളും ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയത് അറഫ. കണ്ടുമുട്ടി, അറഫ പരസ്പരം അറിഞ്ഞു, അറഫ പരസ്പരം ഒരുമിച്ച് കൂടി. അതാണ് അറഫ മൈതാനി. വാപ്പായും ഉമ്മായും ഭൂമിയിൽ ആദ്യമായി ഒരുമിച്ച് കൂടിയ സ്ഥലം. അവിടെ എത്താൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മളിപ്പോൾ താമസിക്കുന്ന മിനയിൽ നിന്ന് അങ്ങോട്ടേക്ക് 12 കിലോമീറ്റർ. എത്ര? അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മിനയുടെ അന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിട്ടും അതിന് തൊട്ട് മുമ്പും ഒക്കെ നോക്കുമ്പോൾ അതാ പോകുന്നു ജനങ്ങൾ. ആ നടക്കുന്ന പന്തലിലൂടെ അള്ളാഹ് ഒരു വഴിക്ക് ഒരു 2 ലക്ഷം ആളുകൾ, മറ്റൊരു വഴിക്ക് ഒരു 10 ലക്ഷം ആളുകൾ. അവരൊക്കെ പോവാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ലോകത്തുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, മധ്യേഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് വ്യത്യാസമില്ല. എല്ലാ ഭാഗത്തു നിന്ന് വന്ന മുസ്ലിമീങ്ങളും ലബ്ബൈക്കയുടെ ഒരു അലയൊലി. ആ ലബ്ബൈക്ക ഇങ്ങനെ മുഴങ്ങുമ്പോൾ വൃക്ഷങ്ങളും പക്ഷിപ്പറവുകളും അതേപോലെ തന്നെ മണൽത്തരികളും ഹത്തൽ ഹീത്താനു ഫിൽമായി സമുദ്ര ജീവികളടക്കം ഹാജിമാർക്ക് വേണ്ടി പൊറുക്കലിനത്തോടും ഹാജിമാർക്ക് വേണ്ടി അള്ളാഹുവിനോട് കരയും, ഹാജിമാർക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. അത് കിട്ടാൻ നമ്മൾ ചൊല്ലിക്കൊണ്ട് പോകണം. അപ്പം നടന്നു പോകുന്നവർ ഒരു ഭാഗത്ത്, ഇപ്പുറത്തെ ബസ്സിൻ്റെ ഉള്ളിലും പുറത്തും താഴെയും മേലെയും ഒക്കെ ആളുകൾ തന്നെ. അവിടെ പിന്നെ നിങ്ങൾ ആ പൈസൻ്റെ പവറൊന്നും ആരും പറയാൻ നിൽക്കണ്ട. ഇതേ ഇവന്മാർക്ക് നമ്മൾ പൈസ കൊടുത്തതാണ്. എന്നിട്ട് പിന്നെ 40 ആൾ കയറ്റി നിർത്തി 80 ആളെ കയറ്റിയിട്ട് ദിക്റ് ചെല്ലാൻ നിൽക്കണ്ട. അങ്ങനത്തെ ദിക്റുകൊണ്ടൊന്നും അവിടെ ഒന്നും നടക്കൂല. ഇന്നിപ്പോൾ ആളുകൾക്ക് എന്താണ്, എല്ലാവരെയും അവിടെ എത്തിക്കണം. അപ്പോൾ കിട്ടുന്ന വാഹനങ്ങളിലൊക്കെ എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും? ഇരുന്ന് സീറ്റിൽ ഇങ്ങനെ അവറുകളായിട്ട് പോകാം എന്നാരും വിചാരിക്കണ്ട. അവിടെയൊക്കെ നല്ല പോലെ കുറച്ച് ത്യാഗത്തിന് നിൽക്കേണ്ടി വരും. അള്ളാഹു ഖൈർ തരട്ടെ. എന്നാ പോവല്ലേ? ഞാൻ വിചാരിച്ചു തിക്കും തിരക്കും ആയപ്പോൾ പോകാമെന്ന ആലോചന ഉണ്ടോ? ഇന്നാളൊരാൾ ചോദിച്ചു, സാറേ അല്ല ഉസ്താദെ ഈ പ്രാവശ്യം മിനായിൽ തീപിടുത്തുണ്ടാകുമെന്ന്. അപ്പം തീപിടുത്തുണ്ടെങ്കിൽ അയാൾക്ക് ക്യാൻസലാക്കാനാണ്. അല്ലാഹ്, നമ്മൾ ആവശ്യമില്ലാത്തത് ആലോചിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട. നമ്മേക്കാൾ പ്രായമുള്ളവർ അവിടെ പോയിട്ടുണ്ട്, നമ്മളെക്കാൾ രോഗമുള്ളവർ അവിടെ പോയിട്ടുണ്ട്, നമ്മൾ വികലാംഗർ അവിടെ പോയിട്ടുണ്ട്, കണ്ണ് കാണാത്തവർ അവിടെ പോയിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത് തിരിച്ചു വന്നു അല്ലേ? കണ്ണ് കാണാത്ത എത്ര ആൾ ഹജ്ജിന് പോയി തിരിച്ചു വന്നില്ലേ? നടക്കാൻ വയ്യാത്ത എത്ര ആൾ പോയി തിരിച്ചു വന്നില്ലേ? ഞാൻ എൻ്റെ ഉമ്മായെയും കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ ഉമ്മാക്ക് 50 വയസ്സാണ്. എത്ര? 80. ഉമ്മ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പ്രയാസം. അങ്ങനത്തെ ഉമ്മായും കണ്ട് ഞാൻ ഹജ്ജിന് പോയി സുഖമായിട്ട് ചെയ്ത് തിരിച്ചു വന്നു. എന്നോട് അവിടെ എത്തിയപ്പോൾ ഉമ്മ, ഞങ്ങൾ കഅബത്തിലേക്ക് തവാഫിന് പോകുമ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ആ പ്രാവിന് ഗോതമ്പ് കൊടുക്കുന്ന കണ്ടില്ല നീ, അതൊരു 2 പാക്കറ്റ് വാങ്ങുന്നു. അല്ലാ, ഞാനിത് ഉമ്മ പറഞ്ഞപ്പോൾ വേഗം ഒന്നും ആലോചിക്കാതെ 2 പാക്കറ്റ് വാങ്ങി. ഉമ്മ ആ ഗോതമ്പ് എടുത്തിട്ട് ഇങ്ങനെ ആ പ്രാക്കൾക്ക് ഇങ്ങനെ സന്തോഷത്തിൽ കൊടുത്തിട്ട് ഉമ്മ തവാഫിന് വന്നു. എൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ നടക്കാത്ത ഉമ്മ തവാഫ് നടന്നു ചെയ്തു. ഞാൻ ചോദിച്ചു, ഇതെന്താ ഉമ്മ? അപ്പം ഉമ്മ പറഞ്ഞു, മോനെ മക്കത്തെ പ്രാക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ശരീരത്തിന് ആരോഗ്യം കിട്ടും, കാലിൻ്റെ വേദന ശിഫാവും. ഞാൻ ചോദിച്ചു, ഉമ്മ ഞാൻ പഠിച്ച കിതാബിലൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ ഒരു ഉസ്താദ് വഅദ് പറയുന്നത് കേട്ടതാണ് എന്ന് പറഞ്ഞു. അതാണ് സംഗതി. അപ്പോൾ നമ്മൾ അവിടെ ആലോചിക്കണം ശരിക്കും. ഹബീബുന മുഹമ്മദ് മുസ്തഫ മർഹബ മർഹബ. ആലിമീങ്ങൾ സയ്യിദന്മാരും ഒക്കെ നമുക്ക് വലിയൊരു സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മളെ ദുആക്ക് ഇജാബത്തിന് ഏറ്റവും വലുതായതാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ എവിടെയാണ്? എവിടെ?
ഞാനിങ്ങനെ ക്ലാസ് എടുത്തിട്ട് ഒരാൾ ചോദിച്ചു നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ കോട്ടക്കലാണ്. അല്ലാ, നിങ്ങളിപ്പോഴും കായംകുളത്ത് തന്നെയാണ്. ഇപ്പം എവിടെ എത്തി? അറഫയിലെത്തി. അറഫയിൽ നമ്മൾ പോവുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഒന്ന് ശ്രദ്ധിക്കണം, ഇതൊക്കെ ഒന്ന് നോക്കി പഠിക്കണം. അറഫയിലേക്ക് പുറപ്പെടുമ്പോൾ ചൊല്ലേണ്ടത്, അറഫയിൽ എത്തിയാൽ ചൊല്ലേണ്ടത് എന്നിങ്ങനെ ഇതിലുണ്ട്. അത് നമ്മളൊന്ന് നേരത്തെ ഒന്ന് കണ്ണോടിച്ചൊന്ന് വായിച്ച്, നമുക്ക് ചിലപ്പോൾ മുഴുവൻ വായിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ, വീട്ടിൽ ചെറിയ മക്കളില്ലേ, 5ാം ക്ലാസ് മാർസ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാം. ഇവിടെ വേണ്ട, ഇതൊന്ന് വായിച്ചതാന്ന് പറഞ്ഞാൽ ഒറ്റ കുട്ടിയും കിട്ടൂല ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പോൾ ഓഫറിൻ്റെ കാലമാണ്. ഇപ്പോൾ ഏതിൻ്റെ കാലമാണ്? ഓഫറിൻ്റെ കാലം. ഓഫർ പ്രഖ്യാപിച്ചാൽ എല്ലാറ്റിനും ആളെ കിട്ടും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ മുലക്കുപ്പി വാങ്ങിയാൽ കുട്ടി ഫ്രീ ആണ്. അങ്ങനത്തെ ഓഫറുള്ള കാലത്ത് നമ്മൾ കുട്ടികളെ കണ്ണുരുട്ടിയിട്ട് ഇവിടെ അങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും കിട്ടില്ല. മറിച്ച് മോനെ അതാ കുട്ടിയൊക്കെ ഓഫർ കൊടുക്കുക. ഈ പുസ്തകം നീ എനിക്ക് വായിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചിക്കൻ പൊരിക്കുന്നുണ്ട്, 2 പീസ് ചിക്കൻ്റെ 2 പീസ്. അപ്പോൾ കുട്ടികൾ റെഡിയാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചോ അല്ലാതെയോ നമ്മളൊന്ന് ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക. കുറച്ച് അത്യാവശ്യമുള്ള ദിക്റുകൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ വാഹനം മിനയിലേക്ക് എത്തി. അല്ല, എവിടേക്ക് എത്തി? അറഫയിലേക്ക് എത്തി. അറഫയിലെ സമയം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ നിൽക്കാം. അറഫ ഒരു വിശാലമായ മൈതാനിയാണ് അറഫ. അങ്ങോട്ടെത്തുമ്പോൾ അറഫയുടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ധാരാളം മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ പള്ളി. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റക്കൊരു പള്ളി മാത്രം. അതിൻ്റെ പരിസരത്ത് ഒരു വീടുണ്ടോ? കടയുണ്ടോ? അങ്ങാടിയുണ്ടോ? ഒന്നുമില്ല. അവിടെ ആർക്കും താമസം പാടില്ല. അവിടെ ഒരു ദിവസത്തെ അങ്ങാടിയാണ്. അറഫ എന്താണ്? ഒരു ദിവസത്തെ നഗരമാണ്. ദുൽഹിജ്ജ 9 അന്ന് രാവിലെ സുബഹി മുതൽ ആളുകൾ എത്തി. രാത്രി 9 മണിയോടുകൂടെ അവിടുത്തെ ആളുകൾ കാലിയായി. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇപ്പം ഞാനിവിടെ ഒരു പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ കയറി. അപ്പോൾ അവിടെ മിമ്പറുണ്ട്. ഞാൻ അപ്പം മിമ്പറിൽ കയറി നിന്നിട്ട് വല്ല കാര്യമുണ്ട്? മിമ്പർ ഉപയോഗിക്കേണ്ട സമയം വരും, അപ്പോഴാണ് മിമ്പറിൻ്റെ ശ്രേഷ്ഠത. എന്ന പോലെ അറഫയുടെ ടൈം വരും, അപ്പോഴാണ് അറഫ. ഇന്ന് നമ്മുടെ അറഫൻ്റെ ടൈമാണ്. ആ അതിർത്തിയിലെത്തുമ്പോൾ വിശാലമായ ഒരു പള്ളി. ആ പള്ളിയുടെ പേര് മസ്ജിദ് ഇബ്രാഹിം. എന്താ പേര്? മസ്ജിദ് ഇബ്രാഹിം. ആ പള്ളി നേരത്തെ നമ്മളൊരു പള്ളീൻ്റെ പേര് പറഞ്ഞല്ലോ, അതേതേനി? നിങ്ങളെ പണ്ട് മദ്രസയിൽ കുട്ടി പരീക്ഷ എഴുതി, അപ്പോൾ കുട്ടിക്കൊരു സംശയം. അള്ളാഹു കിതാബ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ പറയുമ്പോൾ കുട്ടിക്കൊരു സംശയം. എന്താ സംശയം? മൂസാ നബിക്ക് തന്നെയാണ് തൗറാത്ത്. മൂസാ നബിക്ക് തന്നെയാണ് ഏത്? തൗറാത്ത് അല്ലേ? അങ്ങനെ അള്ളാഹു കിതാബ് കൊടുത്തത് സബൂർ നബിക്കാണ്. ഏത് കൊടുത്തത്? ദാവൂദ് കൊടുത്തത്. ഒരു പ്രശ്നം ഉണ്ടാക്കല്ല. എന്താണ് സംഗതി? നിങ്ങൾക്ക് തോന്നുന്നു ദാവൂദ് നബിക്കാണ് ഏത്? സബൂർ. ആ കുട്ടിക്ക് എന്താ തോന്നിയത്? സബൂർ നബിക്കാണോ ദാവൂദ്? അല്ല, ദാവൂദ് നബിക്കാണോ സബൂർ? അല്ലാ, കുട്ടി കൺഫ്യൂഷനായി. അവസാനം പിന്നെ പരീക്ഷ എഴുതിയപ്പോൾ കുട്ടി ഉറപ്പിച്ചു ദാവൂദ് നബിക്കല്ല. ആർക്ക് തന്നെയാണ്? ഈ കൺഫ്യൂഷൻ നമുക്ക് വരാതിരിക്കാൻ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കണം. എന്താ ഈ പള്ളിൻ്റെ പേര്? മസ്ജിദ് ഇബ്രാഹിം. എന്താ ഇതിൻ്റെ പേര്? അറഫയിലെ പള്ളിയുടെ പേരെന്താ? മസ്ജിദ് ഇബ്രാഹിം. പഴയ കിതാബിലൊക്കെ മസ്ജിദ് നെമിറ എന്നും കാണും. നെമിറ സ്ഥലവും പള്ളി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേരിലുള്ള പള്ളി. ആ പള്ളിയുടെ 1/4 ഭാഗം അറഫയുടെ പുറത്തും 1/4 ഭാഗം അറഫയുടെ ഉള്ളിലും, അങ്ങനെ അതിർത്തിയിലാണ് ആ പള്ളി നിൽക്കുന്നത്. ഞാൻ ഇത്ര പറയുന്നത് നിങ്ങൾ അറഫയിലെത്തി എന്ന് വേഗത്തിൽ മനസ്സിലാക്കാനാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ പള്ളി കാണുന്ന അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയും അങ്ങോട്ട് നോക്കിയാൽ കാണാം ഒരു കറുത്ത കല്ലുകളുള്ള മല. അത്യാവശ്യം ഒരു ഉയരത്തിലും കുറച്ച് വലിപ്പത്തിലുള്ള ഒരു മല. ആ മലയുടെ ഏകദേശം ഒരു കുറച്ചങ്ങോട്ട് കയറിയാൽ അവിടെ പള്ളിക്ക് മുനാരം വെച്ചതുപോലെ ഒരു അടയാളം, നല്ലൊരു മുനാരം. എന്താണ് ആ മലയുടെ പേര്? ജബലുർ റഹ്മ. എന്താ പേര്? ജബലുർ റഹ്മ. ആ മലയിൽ ഈ കാണുന്ന അടയാളം എന്താ? നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ
ഏറ്റവും പ്രസിദ്ധമായ ഉമ്മത്തിന് മാതൃകയായ ഹജ്ജ് നിർവഹിച്ചപ്പോൾ നബി തങ്ങൾ ഖുതുബക്ക് നിന്ന സ്ഥലത്താണ് ആ അടയാളം. നബി തങ്ങൾ ഖുതുബ ഓതിയ മലയാണ് ജബലുർ റഹ്മ. അതിൻ്റെ പരിസരത്ത് 1,24,000 സ്വഹാബാക്കളെ നബി തങ്ങൾ മദീനയിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു 15,000-ഓളം വരുന്ന സ്വഹാബാക്കൾ പല ഭാഗത്തു നിന്നും എത്തിച്ചേർന്നു. 1,40,000 സ്വഹാബാക്കൾ ആ മലയുടെ താഴ്ഭാഗത്ത് പരിസരത്ത് ഇങ്ങനെ നിന്നു. നബി തങ്ങൾ ഖുതുബ നിർവഹിക്കുമ്പോൾ ഇങ്ങനെ കൈ കാണിച്ചു. ഈ ഭൂമി മുഴുവനും അറഫയാണ്, ഇത് മുഴുവനും അറഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കാണിച്ച ആ സ്ഥലത്തിൻ്റെ അടയാളം പിന്നീട് സ്വഹാബാക്കൾ അത് രേഖപ്പെടുത്തി. എത്ര ദൂരം! ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അതിനൊക്കെ അടയാളങ്ങൾ തെളിച്ചമാക്കി. രണ്ടാം ഉമറിൻ്റെ കാലത്ത് അത് ഒന്നുകൂടി ആക്കി. പിന്നെ ഇപ്പോൾ നമ്മുടെ സൗദി ഗവൺമെൻറ് ഖാദിമുൽ ഹറമൈൻ എന്ന് സ്വീകരിച്ച ശേഷം അതിർത്തികളൊക്കെ വളരെ ക്ലിയറാക്കി. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മൾ അറഫയിലെത്തി. നമ്മളെവിടെ എത്തി? അള്ളാഹു എത്തിക്കട്ടെ. അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ. അറഫയിൽ വന്നെങ്കിലേ ഹജ്ജുള്ളൂ. അൽ ഹജ്ജു അറഫ. ഒരു വർഷം ഹജ്ജിന് പോയ ആൾ അറഫയിൽ എത്തിയെങ്കിലേ ഹജ്ജുള്ളൂ. അറഫയിൽ എത്താത്ത ഒരാൾക്ക് ഹജ്ജുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. 1-2 കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം. അറഫയിൽ നമ്മളെത്തി. ളുഹുറോട് കൂടെ അറഫയുടെ സമയം ആരംഭിച്ചു. ളുഹർ നമ്മൾ അറഫയിൽ വെച്ച് നിസ്കരിച്ചു. ളുഹർ എവിടെ നിസ്കരിച്ചു? അറഫയിൽ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നമുക്ക് അനുവദിച്ച ടെൻറ്റിൽ ഇരിക്കുക. നല്ല റാഹത്തായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ചൊല്ലാൻ തുടങ്ങണം. എല്ലാവരും ചൊല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി ഓർമ്മയില്ലേ? ഒരു 100 പ്രാവശ്യം. എത്ര? 100 പ്രാവശ്യം. അത് കഴിഞ്ഞ് ഒന്ന് ആശ്വാസത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. എത്ര പ്രാവശ്യം? ഒരു 100 പ്രാവശ്യം ഓതിയില്ലേ? റെഡിയല്ലേ? ചുരുങ്ങിയതാണ് 100. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി 1 അല്ലെങ്കിൽ 3 പ്രാവശ്യം. സൂറത്തുൽ ഹശ്ർ എന്ന സൂറത്തുണ്ട്, ഖദ് സമിഅ അല്ലാഹുവിനെ തൊട്ട് കിടക്കുന്ന സൂറത്ത്. അത് ഒരു പ്രാവശ്യം. എന്നാൽ നമുക്ക് കുറച്ച് സ്വലാത്തിയല്ല. അത് കഴിഞ്ഞ് നമുക്കൊരു സ്വലാത്തിയല്ലേ? നിങ്ങളെ കാണുന്നില്ലല്ലേ? ക്ഷീണിച്ചോ? നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ തരാം. അപ്പോഴേക്ക് പിന്നെ എന്ത് ഉസ്താദേ, വെറും നിസ്കാരം നിലപാടും തന്നെ ഉള്ളൂ. നമ്മളെ മുത്തവീഫിൻ്റെ ഭക്ഷണം വരും. എന്താ രസമുള്ള ഭക്ഷണം! മുത്തവീഫിൻ്റെ ഭക്ഷണം അറഫയിൽ കിട്ടും. ഒരു പൊതി വഹിച്ചു നോക്കുമ്പോൾ 2 ആപ്പിള്, ഒരു കുപ്പി വെള്ളം, പിന്നെ ഒരു കുടിക്കുന്ന ചെറിയൊരു എന്താണ് നമ്മളെ ഫ്രൂട്ടിയില്ലേ, അതുപോലത്തെ ഒരു ജ്യൂസ്. അൽഹംദുലില്ലാ 3 ഈത്തപ്പഴം. പോരെ? നിങ്ങൾ മദീനാന്ന് പറഞ്ഞിട്ട് വേറെ കിട്ടാനില്ല. ഇനി നമുക്ക് ചിലപ്പോൾ ഒരു ഭാഗ്യം വരും. എന്താണ് ഭാഗ്യം വരുന്നത്? നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, നമ്മൾ താമസിക്കുന്ന ടെൻറ്റിൻ്റെ അടുത്ത് ഹാജിമാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മളെ നമ്മളെ ടെൻറ്റിലെത്തിയാൽ നമുക്ക് 1 വാങ്ങാം. ബാക്കി കിട്ടുന്നതൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. അല്ലാതെ 2 കിട്ടിയാൽ 2 എനിക്ക് തന്നെ, 3 കിട്ടിയാൽ 3 എനിക്ക് തന്നെ. അങ്ങനെ ആരും വിചാരിക്കരുത്. നമ്മെപ്പോലെ വന്ന എല്ലാവർക്കും ഭക്ഷണം വേണോ വേണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പം അറഫയിലൊന്നും ഒരു പ്രയാസമല്ല. ഞാൻ 1995 ആദ്യമായിട്ട് പോയത്. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോകുമ്പോൾ എന്താ നല്ല സൗകര്യങ്ങൾ. അള്ളാഹു തആല കബൂലാക്കണം. ശരി, അറഫയിൽ നമ്മളിങ്ങനെ ചൊല്ലി. ഇനി നമുക്ക് സ്വലാത്തിയല്ല. ഏത് സ്വലാത്താണ് നമ്മൾ? സ്വലാത്ത് ഇബ്രാഹിമിയ, ഇന്നക ഹമീദും മജീദ്. എത്ര സ്വലാത്തിയല്ല? നേരത്തെ 2 ഞാൻ എണ്ണം പറഞ്ഞല്ലോ. ഇതിൻ്റെ എണ്ണം നിങ്ങളൊന്ന് പറയും. നിങ്ങളെപ്പോഴും 100 തന്നെയാണ് നിൽക്കുന്നത്. 100 ചുരുങ്ങിയത് ഒരു 300 ചൊല്ലാൻ തീരുമാനിച്ചാലോ? അള്ളാഹു എത്തിക്കട്ടെ. ഉറപ്പിച്ചില്ലേ? അതുകൂടി ചൊല്ലി കഴിയുമ്പോഴേക്കും അസറായി. സമയം എന്തായി? അസറായി. ഇപ്പോഴൊക്കെ നമ്മൾ അറഫ മൈതാനിയിൽ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടെൻറ്റിൽ നമ്മൾ ഇരിക്കുകയാണ്. നമുക്ക് അറഫയുടെ ഒരു ഗൗരവം അപ്പോൾ ബോധ്യപ്പെടില്ല. അസർ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാ ടെൻറ്റിലും ഒരേ ദിക്ർ ഉയരാൻ തുടങ്ങി.
ഒരേ ദിക്ർ ഒന്ന് ചൊല്ലിക്കോളും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. നിങ്ങളോട് എനിക്ക് വലിയ സന്തോഷമായിട്ടാണ്. മിനിഞ്ഞാന്ന് ഞാനൊരു ക്ലാസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ഞാൻ തന്നെ പൂർത്തിയാക്കേണ്ടി വന്നു. ഇതിപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചു തന്നല്ലോ, അള്ളാഹു കബൂലാക്കട്ടെ. എന്താ നമ്മൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത്? തൗഹീദിൻ്റെ ഒരു ആധികാരിക പ്രഖ്യാപനം. രാവിലെ സുബഹി നിസ്കരിച്ച് വൈകുന്നേരം മഗ്രിബ് നിസ്കരിച്ച് ഒക്കെ നമ്മൾ ചൊല്ലുന്ന ദിക്റാണിത്. അത് നമ്മുടെ എല്ലാ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുന്ന ഒരു വല്ലാത്ത ദിക്റാണ്. അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് അത്ര വലുതാണ്. അതങ്ങ് ചൊല്ലാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹു. മദ്രസയിലോ ദർസിലോ ആണെങ്കിൽ ഇപ്പം എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങളോടത് വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തുകൊണ്ട്? ചില ആളുകൾ ഇങ്ങനെ, സാറേ ഇവിടെ ഇപ്പം ഞാൻ നോക്കുമ്പോഴേ എന്നെക്കാളും പഠിച്ച ആളുകൾ ഈ സദസ്സിൽ ഇങ്ങനെ ഉണ്ട്. ചില ആളുകൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ഉസ്താദെ അങ്ങനെ തന്നെ, വളരെ ശരിയാണ്, അതെന്നെയാണ് ചൊല്ലേണ്ടത്, 100 പ്രാവശ്യം തന്നെ. നിങ്ങൾ നല്ല കഴിവുള്ള ആളുണ്ടാകും, പക്ഷേ എന്നെ ബേജാറാക്കരുത്, ഞാൻ ഇതെടുത്ത് പൂർത്തിയായിക്കോട്ടെ അല്ലേ? നമ്മൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ ഞാനെന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് അത്തരക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊരു വ്യായാമം ചെയ്താലോ? ഒരു വ്യായാമം ചെയ്താലോ? ഹൃദയ വ്യായാമം, ശരീര വ്യായാമം ഒരുമിച്ചൊരു ചെയ്യലുണ്ട്. അതാണ് മുഅ്മിനീങ്ങൾ സുബഹിക്ക് ചെയ്യേണ്ടത്. എന്നാ ബിസ്മില്ല, ഒന്ന് എഴുന്നേറ്റോളി എല്ലാവരും. അല്ലാഹു റബ്ബി, ഒന്ന് എന്നെ നോക്കിയിട്ട് ചെയ്യാം. ഒരു നല്ല വ്യായാമം ഏത് റൂമൊന്നും ആർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ഡോക്ടർ പറഞ്ഞ മാതിരി നടക്കാൻ തന്നെ നിൽക്കണ്ട, എന്തെല്ലാം വ്യായാമങ്ങളുണ്ട്, എന്നാ ചെയ്യല്ലേ? സുബ്ഹാനല്ലാഹ്. നിങ്ങളാ വ്യായാമത്തിന് എങ്ങനെ ചെയ്യാനില്ലാന്നുണ്ട്? ഒരു ഉഷാറ് വേണ്ടേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇനി നിങ്ങളൊന്ന് ചെയ്ത് ഇരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ദിവസം 33 ഈ ദിക്ർ ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 അല്ലേ? അപ്പോൾ അത് എത്രയായി? അത് 33 ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, 99 അല്ലേ? അങ്ങനെയാണ് 100 പൂർത്തിയാക്കുക. 100 ദിക്ർ നമ്മൾ ചൊല്ലിയിട്ട് വ്യായാമം ചെയ്യുമ്പോൾ ശരീര വ്യായാമമായി, ഹൃദയ വ്യായാമമായി. നമ്മളിപ്പോൾ ഇങ്ങനെ റോട്ടിൽ ഇറങ്ങിയിട്ട്, ഞാൻ ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന്, നിങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, മജ്മ അക്കാദമി, 2000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, നിലമ്പൂർ ടൗണിൽ തന്നെ. അപ്പോൾ അവിടെ നമ്മൾ ആര്യാടൻ സാറിൻ്റെ വീടിൻ്റെ ഒക്കെ ഏകദേശം പരിസരത്തായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയും കുട്ടികൾ, ഖുർആൻ ഹാഫിളുകൾ, ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സുബഹി നിസ്കരിച്ചിട്ട് അങ്ങ് നടക്കും സ്ഥാപനത്തിലേക്ക്. പണ്ടൊക്കെ ഞാൻ നടക്കുമ്പോൾ ഞാനേ റോട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നോക്കുമ്പോൾ എത്ര പേരാ പെണ്ണുങ്ങളൊക്കെ ഉസ്താദേ. ഞാൻ ഈയിടെ പോകുമ്പോൾ 3 പെണ്ണുങ്ങൾ ഇങ്ങനെ വരുന്നു. ഞാൻ വിചാരിച്ചു ഇവർ വല്ല മരിച്ചത് പറയാൻ പോവുകയാണോ? നോക്കുമ്പോൾ ഡോക്ടർ കൊടുത്ത വ്യായാമമാണ്. ഇതിനെന്നെ നിൽക്കണ്ട, സുബഹിക്ക് 1/2 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക, എന്നിട്ടൊരു 4 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, ഒരു വലിയ ബോട്ടിൽ വെള്ളം കുടിക്കുക, 2 റക്അത്ത് സുബഹിക്ക് മുമ്പും 2 റക്അത്ത് സുബഹിയും. അപ്പം എത്രയായി? 4 4 8 റക്അത്തായി അല്ലേ? 8 മണിക്കൂർ ഉറങ്ങിക്കിടന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ രക്തം കെട്ടി നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. വെള്ളമാണ് കുടിച്ചിട്ട് ഒരു സുജൂദ് നല്ല മട്ടത്തിൽ. അത് തന്നെയാണ് വ്യായാമം. വ്യായാമം കരുതി നിസ്കരിക്കണ്ടാട്ടാ. അല്ലാഹു തആല ആഫിയത്ത് തരട്ടെ. ശരി, അപ്പം നമ്മളൊരു 33 ദിക്റും കൂടി ചൊല്ലിയാലോ? എന്താ ഉഷാറ്! അല്ലാഹു ഖൈർ തരട്ടെ. ഇത് പോയോ? റെഡിയല്ലേ? അപ്പം എന്നാ കുറച്ച് വെള്ളം ഒഴിക്കാൻ പറ്റാം. റെഡിയാണോ? ഇതിനെവിടെ ഒരു അതാ കുട്ടികളെ നേരാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ നോക്കാം. എന്താ പറഞ്ഞത്?
ഒന്ന് റെഡിയായി അല്ലേ? അപ്പം നമ്മൾ വ്യായാമത്തിൻ്റെ അടക്കം വന്നത് അത് ഹജ്ജപ്പെട്ടതല്ല. അപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹു തആല ഖൈർ തരട്ടെ. ശരി, ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പം നമുക്ക് സമയം അസറായി. ഏതായി? അസറായി. അസർ നിസ്കരിച്ച് നമ്മളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ആളുകളൊക്കെ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി. എല്ലാവരും ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി നമ്മൾ മൈതാനിയിൽ നിൽക്കണം. നമ്മളെ ടെൻറ്റിൻ്റെ പുറത്ത് തന്നെയാണ് ഈ മൈതാനി എന്ന് പറയുന്നത്, ദൂര സ്ഥലത്തല്ല. മൈതാനിയിൽ പുറത്ത് നിൽക്കണം. ആ പുറത്ത് നിൽക്കുമ്പോൾ ചെറിയ ഒരു സൂര്യൻ്റെ വെയിലുണ്ടാവും. ഒരു 5 മണി 5:30 മണിയൊക്കെ ടൈമായല്ലോ. ഒരു ചെറിയ ഒരു വെയിൽ, ആ വെയിൽ കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് വേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാവും? വേഗം തണലും മരവും നോക്കി പോകണ്ട, കുറച്ച് വെയിൽ കൊണ്ട് നിൽക്കുക. ആ തണൽ വെയിലിൽ ഇങ്ങനെ നിന്നിട്ട് ആളുകൾ ഒന്നിച്ച് നോക്കുമ്പോൾ ഒരു 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 മനുഷ്യക്കടൽ, ഒരു മനുഷ്യക്കടൽ, അതാണ് അറഫ ഭൂമി. ആ കടലിൽ ആണും പെണ്ണും, മുതലാളിയും തൊഴിലാളിയും, കുബേരനും കുചേരനും, ഭരണാധികാരിയും ഭരണീയരും, അല്ലാഹു റബ്ബി, സാധാരണക്കാരും പണ്ഡിതന്മാരും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തൊരു ചൊല്ലണ സൗണ്ടാണ്! ഒന്നിച്ച് ഒന്നിച്ച് ഒന്നിച്ച്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. വല്ലാത്ത ഒരവസ്ഥയാണ്. അത് അവിടെ പോയിട്ട് അനുഭവിക്കണം. ഇവിടുന്ന് അത് പറഞ്ഞു തരാൻ അത്രേ സാധിക്കുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് അള്ളാഹു എന്നെ കാണുന്നുണ്ട്, എനിക്ക് തോന്നുകയാണ് മലക്കുകൾ എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടക്കരച്ചിൽ തുടങ്ങും. ഇനി അറഫയിൽ ഒരു കൂട്ടക്കരച്ചിൽ, ഒരു കണ്ണീരിൻ്റെ മഴ, ഒരു കണ്ണുനീരിൻ്റെ മഴ. ആ കൂട്ടക്കരച്ചിലും ആ കണ്ണീരിൻ്റെ മഴയും അതാണ് അറഫ. അവിടെ വെച്ചുകൊണ്ട് ഓരോരുത്തരും അള്ളാഹുവിനോട് കരയുന്നുണ്ട്, ദോഷം പൊറുക്കാൻ സ്വർഗം കിട്ടാൻ, ദോഷം പൊറുക്കാൻ സ്വർഗം കിട്ടാൻ. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ എങ്ങനെ ഉണ്ടാകും? നമ്മുടെ സ്കൂളിൽ KG ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ വെച്ച് അവൻ്റെ ഷൂ നഷ്ടപ്പെട്ടു. കുട്ടിയുടെ ഷൂ നഷ്ടപ്പെട്ടു. കുട്ടി വീട്ടിലേക്ക് എങ്ങനെയാണ് വരിക? ചിരിച്ചുകൊണ്ടോ കരഞ്ഞുകൊണ്ട്. കുട്ടി ഉമ്മയെ കാണുന്നതോടുകൂടെ കരച്ചിൽ കൂടും. ആ കരഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഉമ്മാക്ക് പോലും എന്താണ് കുഞ്ഞ് പറയുന്നത് എന്നറിയില്ല, അല്ലേ? ആ കുട്ടി ഈ ഒരവസ്ഥ നമുക്കൊക്കെ വരും. അറഫയിൽ നമുക്കൊക്കെ എന്താണ് പറയുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമ്മളെല്ലാവരും അവിടെ ഒരു കൂട്ടക്കരച്ചിലും ഒരു ഏങ്ങി അല്ലാഹ് 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 യാ റബ്ബ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ അസ്തഗ്ഫിറുല്ലാഹ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂല് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതാ അറഫയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളെ, അറഫ ഭൂമിയെപ്പറ്റി നിങ്ങൾക്ക് അറിയുമോ? ഇപ്പോൾ അറഫയിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ തിങ്ങി വിങ്ങി നിൽക്കുന്നു. ഇപ്പോൾ അറഫയിൽ എല്ലാ അമ്പിയാക്കളെയും റൂഹുകൾ ഹാജരായിരിക്കുന്നു. ഇപ്പോൾ അറഫയിൽ എല്ലാ ഔലിയാക്കളും എത്തിയിരിക്കുന്നു. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇബ്രാഹിം നബി നിന്ന സ്ഥലമാണ്, ആദൻ നബി വന്ന സ്ഥലമാണ്, മൂസാ നബി വന്ന സ്ഥലമാണ്, ഫാത്തിമ ബീബി വന്ന സ്ഥലമാണ്, ആയിഷ ബീബി വന്ന സ്ഥലമാണ്, നഫീസ ബീബി വന്ന സ്ഥലമാണ്, ബാഫക്കെ തങ്ങൾ വന്ന സ്ഥലമാണ്, ഉള്ളാളത്തുപ്പാപ്പ വന്ന സ്ഥലമാണ്. ആയിരങ്ങളല്ല ലക്ഷങ്ങൾ അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ കണ്ണീരൊഴുക്കിയ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. മലായിക്കത്ത് തിങ്ങി വിങ്ങി നിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനെ വിളിച്ചു, യാ മലായിക്കത്തി. അല്ലാഹു തആല വിളിക്കുകയാണ്, മലക്കുകളെ, നിങ്ങളല്ലേ പറഞ്ഞത് മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ അവരെന്തിനാണ് പടക്കുന്നത് എന്ന്? എൻ്റെ മുഅ്മിനീങ്ങളെ കണ്ടോ?
എൻ്റെ ജനങ്ങളെ കണ്ടോ? അള്ളാഹു പറയുന്നു അവരെന്നെ കണ്ടിട്ടില്ല, അവർ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, അവർ മഹ്ശറ കണ്ടിട്ടില്ല, അവർ സ്വർഗം കണ്ടിട്ടില്ല. അങ്ങനെ എന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ആളുകളതാ അവർക്ക് ഞാൻ മഗ്ഫൂറൻ ലക്കും നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ദോഷം പുറത്തു തന്നിരിക്കുന്നു. അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അമ്മാ സിവല്ലാഹ് വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അമ്മാ സിവല്ലാഹ് വകുല്ലു ഷൈഇൻ യഖൂലു അല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം വന്നു തുടങ്ങി. നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹ്. ഇനി നമ്മൾ കൂട്ടമായി ദ്വാരക്കണം, ഒറ്റക്കും കൂട്ടമായും. മഗ്‌രിബ് സമയമായി. കിതാബുകളിലും പുസ്തകത്തിലും ഒക്കെ മഗ്‌രിബ് മുസ്ദലിഫയിൽ വെച്ച് നിസ്കരിക്കാമെന്ന് കാണും. അത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ മുസ്ദലിഫയിൽ എത്തുമ്പോഴേക്ക് നമുക്കവിടെ കൃത്യമായ വെള്ളം ഒതുവെടുക്കാൻ കിട്ടൂല. നമ്മളെ മഗ്‌രിബ് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളൊക്കെ എന്താ ചെയ്യൽ? അറഫയിൽ നിന്ന് തന്നെ മഗ്‌രിബ് നിസ്കരിച്ചാണ് പോവുക. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും അറഫ കഴിഞ്ഞു. ആ അറഫ കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. ആളുകളൊക്കെ അഫീളു മിൻ ഹൈസു അഫാദൻ നാസ്. എത്ര ലക്ഷം ജനങ്ങളുണ്ട്? 25 ലക്ഷം ജനങ്ങളുടെ ഒഴുക്കാണ്. വാഹനത്തിലും കാറിലും നടന്നിട്ടും അങ്ങനെ ആ ഒഴുക്കിങ്ങനെ നടക്കുമ്പോൾ അറഫയുടെ അതിർത്തി അങ്ങോട്ട് കടക്കുമ്പോൾ മലായിക്കത്തിൻ്റെ പ്രഖ്യാപനമുണ്ട്. നമ്മൾ അറഫ അങ്ങോട്ട് കടക്കുമ്പോൾ മോളെ ഭാഗ്യവതി, നിന്നെ അള്ളാഹു സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. മോനെ ഭാഗ്യവാൻ, അള്ളാഹു നിന്റെ പേര് സ്വർഗത്തിലേക്ക് തന്നിരിക്കുന്നു. ആ ഭാഗ്യത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഒരു ഓഫർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു. അബീ ഹുറൈറ തങ്ങൾ പഠിപ്പിക്കുന്നു നമ്മളെ. എന്താണത്? അറഫയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആർക്കൊക്കെ ദുആ ചെയ്തോ ഹാജിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജു. ഹാജി ആർക്കൊക്കെ വേണ്ടി ദ്വാർന്നോ അവർക്കും അള്ളാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ പടച്ചോനെ എനിക്കും എൻ്റെ ഉമ്മാക്കും, എനിക്കും എൻ്റെ ഉപ്പാക്കും, അള്ളാഹുവെ എൻ്റെ കൂടെ 60 കൊല്ലം താമസിച്ചതാണ് എൻ്റെ ഭാര്യ, എനിക്കും എൻ്റെ ഭാര്യക്കും, അള്ളാഹുവെ എനിക്കും എൻ്റെ ഭർത്താവിനും, അള്ളാഹുവെ എനിക്കും എൻ്റെ മക്കൾക്കും. ആ കൂട്ടത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർക്കും. നമ്മളിപ്പോൾ നിസ്കരിക്കുന്നില്ലേ അല്ലേ? അത്തഹിയാത്ത് ആര് പഠിപ്പിച്ചതാ? ഫാത്തിഹ ആര് പഠിപ്പിച്ചതാ? കുനൂത്ത് ആര് പഠിപ്പിച്ചതാ? വജ്ജത്ത് ആര് പഠിപ്പിച്ചതാ? നമ്മുടെ ഫറള് നമ്മൾ വീട്ടുന്നത് അന്ന് മദ്രസയിൽ പഠിപ്പിച്ച ആ ഉസ്താദിനെ കൊണ്ടാണ്. നമ്മളൊരു പക്ഷേ അദ്ദേഹത്തെ പിരിച്ചു വിട്ടിട്ടുണ്ടാകും, പക്ഷെ പഠിപ്പിച്ച അത്തഹിയാത്ത് അയാളതാണ് കേട്ടോ. നമ്മളൊരു പക്ഷേ എന്താവും കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം വന്നെങ്ങാണ്ട്. നമ്മളെ സാധാരണ പള്ളികളിലൊക്കെ അങ്ങനെയാണ്. ഒരു കമ്പനിയിലൊക്കെ 4 കൊല്ലം നിന്നാൽ അയാൾക്ക് 5ാമത്തെ കൊല്ലത്തിൽ ഒരു ഇത് കൂട്ടിക്കൊടുക്കും, ആനുകൂല്യം കൂട്ടിക്കൊടുത്ത അയാളെ ഗ്രേഡ് ഉയരും. നമ്മളെ മഹല്ലത്തുകളിലൊക്കെ 4 കൊല്ലം നിന്നാൽ അയാളെ മതി എന്നുകൊണ്ട് പിരിച്ചു കൊടുക്കും. ഇതാണ് നമ്മളൊരു വ്യത്യാസമുള്ളൂ. ഈ ഭാഗത്ത് പിന്നെ അങ്ങനെ ഇല്ലല്ലേ. ഇവിടെ പിന്നെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ അവിടെ ഒരു ഉസ്താദ് തന്നെ 20 കൊല്ലം 40 കൊല്ലമൊക്കെ ഇരിക്കുന്ന ഒരു പതിവ് കാണുന്നുണ്ട്. അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഉസ്താദുമാർ ചെറുതല്ല. നമ്മളിപ്പോൾ ജുമുഅ അള്ളാഹു സ്വീകരിച്ചത് അന്ന് ഉസ്താദ് പഠിപ്പിച്ച ഫാത്തിഹ കൊണ്ടാണ്. നമ്മളെ ഫറള് വീടുന്നത് ഉസ്താദ് പഠിപ്പിച്ച അത്തഹിയാത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആ ദുആഇൽ ഉസ്താദുമാർ, മാതാപിതാക്കൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറ് ചെയ്ത ആളുകളുണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്തവരുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുത്തു പോകുന്ന ആളാണ്. മിനിഞ്ഞാന്ന് അങ്ങ് വടകരയിൽ, അതിൻ്റെ 2 ദിവസം മുമ്പ് കണ്ണൂര്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മളിപ്പോൾ ഈ യാത്രയിലൊക്കെ ഒരു ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അപൂർവമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ആ വഴിക്ക് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഉസ്താദേ നാസ്ത ഇവിടുന്ന് കഴിച്ചു പോകാം, ഭക്ഷണം ഇവിടുന്ന് കഴിച്ചു പോകാം. അങ്ങനെ നമുക്ക് ഭക്ഷണം തന്നും നമ്മെ സഹായിച്ചു. ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് കിതാബ് വാങ്ങിത്തന്ന് അങ്ങനെ എത്ര ആളുകൾ. അവർക്കെല്ലാം നീ റഹ്മത്ത് നൽകണേ അല്ലാ, നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഇപ്പം നമ്മൾ അറഫയുടെ സമയം പൂർത്തിയായി. ഇനി അറഫയിൽ നിന്ന് മഗ്‌രിബിക്ക് പോകാൻ തുടങ്ങിയാൽ കുറച്ചാളുകൾ അപ്പം പോകും, പിന്നെ 25 ലക്ഷം ആൾ പോയി തീരണ്ടേ, പോണ്ടേ? ഞാനൊരു പ്രാവശ്യം
അറഫയിൽ നിന്ന് പോകാൻ കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നമ്മുടെ AP ഉസ്താദിൻ്റെ മർക്കസിന് കീഴിൽ മാത്രമേ ഹജ്ജിന് പോകാറുള്ളൂ. അപ്പം അങ്ങനെ പോയതാണ്. കുറച്ച് പ്രായമുള്ള ആളുകൾ, അവർക്ക് വാഹനം കിട്ടാതെ ഒരു നിവൃത്തിയില്ല, നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വാഹനമാണെങ്കിൽ ബസ് പോയിട്ട് റിട്ടേൺ വരണം. സമയം താമസിച്ചു. ഞങ്ങൾ അറഫയിൽ നിന്ന് പുറപ്പെടാൻ തന്നെ 11:30ആയി. ബുദ്ധിമുട്ടൊന്നുമില്ല, 11:30. അപ്പം ഞാനൊരു അത്ഭുതം കണ്ടു. എന്താ അത്ഭുതം? അറഫയിലേക്ക് ഇങ്ങനെ ആംബുലൻസ് വരികയാണ്. എങ്ങനെ ആംബുലൻസ് വരുന്നത്? ചില സമയത്തുണ്ടല്ലോ നമ്മളെ ഉറുമ്പുകൾ ഇങ്ങനെ ഒരു വരിയായിട്ട് വരവ് ഇല്ലേ? അത് എത്ര ഉറുമ്പുണ്ടാവും? അത് എത്ര ഉറുമ്പുണ്ടാവും? ആ ഉറുമ്പ് ഇങ്ങനെ വരിയായിട്ട് എന്ന പോലെ ഞാൻ അത്ഭുതപ്പെട്ടു. ആംബുലൻസ് ഇങ്ങനെ വരി 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 വരി. എൻ്റെ ഒരു ഒറ്റ നോട്ട കാഴ്ചയിൽ ഒരു 400-300 ആംബുലൻസ് ഉണ്ടാവും. ഇതാരാ? ഹജ്ജിന് വന്ന് അസുഖബാധിതരായി ഹോസ്പിറ്റലിലും അവിടുത്തെ മെഡിക്കൽ കോളേജുകളിലും അഡ്മിറ്റ് ചെയ്ത ഹാജിമാരെ മുഴുവനും ഗവൺമെൻറ് ചെലവിൽ അവരെ അറഫയിലെത്തിക്കും. അതിനു വേണ്ടി കൊണ്ടുവരികയാണ്. ആ അറഫയുടെ അതിർത്തി മുതൽക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് ആംബുലൻസ് ഇങ്ങനെ അങ്ങ് പോയി തീരാൻ ഒരു 1-1.5 മണിക്കൂർ 2 മണിക്കൂർ സമയം പിടിക്കും. ചെറിയൊരു ഓർമ്മശക്തി രോഗിക്കുണ്ടോ? എന്നാൽ അറഫയിലെത്തിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ രോഗിയായാൽ അവരെ എവിടെ കൊണ്ടുവരും? ഗവൺമെൻറ് അറഫയിൽ കൊണ്ടുവരും. നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മളെന്താണ്, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ രോഗിയായി, വാപ്പ എന്തായി? രോഗിയായി. വാപ്പ രോഗിയായിട്ട് വാപ്പാനെ ആംബുലൻസിൽ കൊണ്ടുവരുന്നുണ്ട് വാപ്പാനെ. പക്ഷെ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വാപ്പായുടെ അടുക്കുന്ന തിരിച്ചു പോരൂല. ഞാനിവിടെ ഇരിക്കുക, ഞാൻ വാപ്പായുടെ കൂടെ ഇവിടെ ഇരിക്കുക. ഞാനാ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകും, നിങ്ങളെ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളെ വാപ്പ നിങ്ങളെ ഭർത്താവിനെ ഹോസ്പിറ്റലിലെത്തിക്കും, അറഫയിലെത്തിക്കും, നിങ്ങളെ ഏറ്റെടുക്കൂല. ആ ഉമ്മ സമ്മതിച്ചില്ല. ഞാനിവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുക. അവസാനം ഹജ്ജിൻ്റെ സമയമായി. ഡോക്ടർമാരെ കൂടിയിട്ട് ആരെ കൊണ്ടുപോയി? രോഗിയെ കൊണ്ടുപോയി. ഇവിടെ നിൽക്കുന്ന ആളോ? അറഫയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ നിർത്താൻ നിൽക്കുന്നതിന് ഉമ്മാക്ക് അറിയാനല്ല ഇവിടെ രോഗിനെ കൊണ്ടേക്കണം. ഞങ്ങൾ ആ നേഴ്സുമാരോട് ചോദിച്ചു, ഇയാളെ ഹജ്ജ് ചെയ്യിപ്പിച്ചു. ഓ, അയാളെ ഹജ്ജ് ചെയ്തു. ഇയാളോ? അയാളത് അറിയില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധ വേണം. നമുക്കൊണ്ടൊരു ആവശ്യമില്ലാത്ത സ്നേഹം ഉണ്ടാകരുത്. അത് നമ്മെ അപകടപ്പെടുത്തും. ഹോസ്പിറ്റലിൽ ഒരാൾ നിന്നാൽ സൗദി നിയമം അനുസരിച്ച് നമ്മൾ അനുസരിക്കണം. അറഫയുടെ അന്ന് എല്ലാവരും അറഫയിൽ പോകേണ്ടവരാണ്. രോഗിയെ അറഫയിൽ ആരെത്തിക്കും? ഗവൺമെൻറ് എത്തിക്കും. അള്ളാഹു നമുക്ക് രോഗം അഡ്മിറ്റൊന്നും ഇല്ലാതെ നീ കാവലാകണേ അല്ലാ, നീ തണലാകണേ അല്ലാ, നീ തുണയാകണേ അല്ലാ. അറഫ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മുസ്ദലിഫ. എന്താ പേര്? മുസ്ദലിഫ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ദുൽഹജ്ജ് 7-ന് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു, 8-ന് മിനയിലെത്തി, 9-ന് എവിടെത്തി? അറഫയിലെത്തി. ഇത് 10-ാം രാവാണ്. ഇതേതാണ്? 10-ാം രാവാണ് അല്ലേ? നമ്മളെല്ലാവരും മുസ്ദലിഫയിലേക്ക്. എങ്ങോട്ടാ പോകുന്നത്? മുസ്ദലിഫയിലേക്ക്. ഇപ്പം നമ്മൾ ആരാ? ഹജ്ജ് സ്വീകരിച്ച് സ്വർഗം കിട്ടിയ സന്തോഷമുള്ളവരാണ്. സ്വർഗം കിട്ടിയ സന്തോഷം. ഒന്ന് നമ്മൾ നമ്മെ പറ്റി അറിയണം കേട്ടോ. നമ്മുടെ ഒരു താഴ്മ, നമ്മുടെ ഒരു സൂക്ഷിപ്പ്. അല്ലാഹു റബ്ബി, നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ബഹുമാനം മനസ്സിലാക്കണം. നമ്മളെ കോഴിയുണ്ട്, കോഴി അറിയാം. കോഴി മുട്ടടാൻ സമയമായാൽ എവിടെയെങ്കിലും മുട്ടയിടും. കോഴി ഇങ്ങനെ ഒരു അയൽ കെട്ടിക്കൊടുത്താൽ അയലിൻ്റെ മുകളിൽ കയറിയിട്ട് കോഴി മുട്ടയിടും. കോഴി മുട്ടയിടാൻ സമയം അവർ സുരക്ഷിതമായ സ്ഥലത്തേ മുട്ടയിടുള്ളൂ. കണ്ടിട്ടില്ല കോഴിനെ? മുട്ടയിടാൻ സമയമായ കോഴി നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും. കൊക്കൊക്കോ കൊക്കൊക്കോ, ഇത് എവിടെ വെക്കേണ്ടത്, എവിടെ വെക്കേണ്ടത്? അത് ചോദിച്ചുകൊണ്ട് കോഴി നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ വരും. സുരക്ഷിതമായ ഒരു സ്ഥലം കിട്ടിയാൽ കോഴി മെല്ലെ അവിടെ വെക്കൂലേ? കോഴിക്ക് പോലും അറിയാം ഇതെൻ്റെ ഒരു മുട്ടയാണ്, ഇതിനൊരു ബഹുമാനമുണ്ട്. നമുക്കെങ്കിലും അറിയണം, ഞാനിപ്പോൾ ഒരു ഹജ്ജ് ചെയ്ത ആളാണ്, അപ്പോഴേക്ക് ബസ് കയറുന്നിടത്ത് കുറച്ച് തിരക്കായപ്പോൾ ഞാൻ ഇയാളെ ഒറ്റ തട്ടിയിട്ട് ഇയാൾ വീണോ എഴുന്നേറ്റോ എന്നൊന്നും എനിക്ക് ബസ് കയറണം. എനിക്ക് ബസ്സിൽ ഒരു കോഴിയുടെ വിവേകം പോലും നമ്മുടെ മനസ്സിന് നഷ്ടപ്പെടരുതേ. നമ്മൾ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അള്ളാഹു തആല ഖൈർ തരട്ടെ. ബാക്കിൽ നിന്ന് കൊടുത്തോ. അള്ളാഹു തആല ഖൈർ തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വെള്ളം കൊടുക്കണം. സ്ത്രീകൾക്ക് കൊടുത്തോ? എല്ലാവർക്കും കൊടുക്കണം. സ്ത്രീകൾക്ക് ആദ്യം കൊടുക്കണം.
എന്താണെന്ന് വെച്ചാൽ അവർ ഈ അടുക്കളയിൽ ഇങ്ങനെ നിന്നിട്ട് ദാഹിക്കുമ്പോഴേക്ക് കുടിക്കും. അവർക്കിത് ശീലം ഉണ്ടാവും. നമ്മൾ ഓഫീസിൽ ജോലി ചെയ്ത് നമ്മളവിടെ ജോലി ചെയ്ത് ദാഹിച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കുടിക്കൽ, അല്ലേ? അതേ സമയത്ത് സ്ത്രീകൾ അങ്ങനെയല്ല, അവർ അടുക്കളയിൽ തന്നെയല്ലേ, അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതുമല്ല, വീട്ടിൽ നിന്നൊക്കെ ആദ്യം ഭക്ഷണം കഴിക്കുക ആരാ? നിങ്ങൾ വിചാരിക്കണത് പുരുഷന്മാരാണെന്നാ. നമ്മളെ വിചാരം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെണ്ണുങ്ങൾ മധുരം നോക്കാത്ത ഒരു ചായ നമ്മൾ ഇതുവരെ കുടിച്ചിട്ടുണ്ടോ? അല്ലാഹു റബ്ബി. ഇന്നാളൊരു ചങ്ങായി പറഞ്ഞു അവൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം തീരെ വേണ്ട. എങ്ങനെയാ വേണ്ടി വരിക? 1 കിലോ ഇറച്ചി വാങ്ങി, അതിപ്പോൾ സഭയിൽ വെച്ച് നോക്കുമ്പോൾ 600 ബാക്കി 400 അവിടെ. 100 ഉപ്പുണ്ടോ നോക്കി, 100 മസാല പിടിച്ചോ നോക്കി, 100 ഇങ്ങനെയൊക്കെ വേവ് ഭാഗമായോ നോക്കി. പിന്നെ ഓക്ക് അത്രയല്ലേ ഭക്ഷണം വേണ്ടി വരും. അത് സ്ത്രീകൾക്ക് അള്ള കൊടുത്തൊരു ഭാഗ്യമാണ്. അതിന് നമ്മളിനി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ റഹ്മത്ത് കൊടുക്കട്ടെ. അള്ളാഹു നീ ബർക്കത്ത് നൽകണേ അള്ളാഹ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വെള്ളവും കടിയൊക്കെ ഇൻഷാ അള്ളാഹ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇൻഷാ അള്ളാഹ് അള്ളാഹു ഖൈർ തരട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നമ്മൾ നടന്നു അല്ലെങ്കിൽ വാഹനത്തിൽ പോയി, എല്ലാവരും രാത്രി ആദ്യം പോയ ആളുകളൊക്കെ രാത്രി 9 മണിക്ക് മുസ്ദലിഫയിലെത്തി, 10 മണിക്കെത്തി, 11 മണിക്കെത്തി. നമ്മളൊക്കെ എത്ര മണിക്കെത്തി? 12 മണിക്ക് മുമ്പ് നമ്മളൊക്കെ മുസ്ദലിഫയിലെത്തി. 12 മണിക്ക് മുമ്പ് എവിടെ എത്തി? മുസ്ദലിഫയിലെത്തി. മുസ്ദലിഫ ഒന്ന് നോക്കി നിങ്ങൾ. അറഫയുടെയും മിനയുടെയും ഇടക്കുള്ള ആപേക്ഷികമായി ഒരു ചെറിയ സ്ഥലമാണ് മുസ്ദലിഫ. മുസ്ദലിഫയിൽ അത്ഭുതമല്ല, അത്യത്ഭുതം. എന്താ കാര്യം? മുസ്ദലിഫയിൽ വന്നു നോക്കുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുന്നില്ല, ആരും അവിടെ വെറുതെ ഇരിക്കുന്നത് കാണുന്നില്ല. വന്നവർ കയ്യിലുള്ള വിരിപ്പ് അവിടെ വിരിച്ചു നിലത്ത് കടന്നു. തലയണയില്ല, ഫാനില്ല, AC ഇല്ല, ലൈറ്റൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കിടക്കുക, എല്ലാവരും. അക്കൂട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ രാജാവും പ്രജയും ഒക്കെ ഉണ്ട്. അല്ലാഹു റബ്ബി. ഞാൻ നോക്കുമ്പോൾ 4 വർഷം മുമ്പ് ഹജ്ജിന് നോക്കുമ്പോൾ AP ഉസ്താദ് നിലത്ത് കിടക്കുന്നുണ്ട്. അല്ലാഹു റബ്ബി. ഉള്ളാൾ തങ്ങൾ കിടക്കുന്നുണ്ട്. CM വരി ആരും ഒക്കെ മണ്ണിൽ കിടക്കുകയാണ്. എന്താണ് ഈ കിടത്തം? ഈ കിടത്തം ഖബറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കിടത്തമാണ്. നമ്മൾ എവിടെ നിന്ന് വന്നു? അറഫയിൽ നിന്ന് വന്നു, അല്ലേ? ഒരു അരയുടുപ്പ്, ഒരു മേൽപ്പുതപ്പ്, അല്ലേ? ഒരു വിരിപ്പ് നിലത്ത് വിരിച്ചാൽ നമുക്ക് ഭൂമിയിൽ അവകാശപ്പെട്ടത് 3 ആയിരം. നമ്മൾ ചെയ്യുന്ന വിഷയത്തിൻ്റെ ഒരു ആത്മീയ ഭാവം നമുക്ക് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ എന്താ ഉണ്ടാവുക? 3 കഷ്ണം തുണിയാണ്, അല്ലേ? ഒന്ന് നിലത്ത് വിരിച്ചു, 1 2 നമ്മൾ ഉടുക്കുകയും ചെയ്തിട്ടുണ്ട്. 3 കഷ്ണമായില്ലേ? ഭൂമിയിലെ നിനക്കുള്ള അവകാശം ഇത്രയാണ്. അതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞ് ചെന്നിട്ട് നാട്ടിൽ മറ്റേ രാഷ്ട്രീയം, ഈ കച്ചവടം, മറ്റേ കുൽമാരി, അത് ഇത് ഹജ്ജ്, ബാക്കിയുള്ളവർ ഹജ്ജിന് വന്നിട്ടില്ല, വന്നവർ നമ്മളാണ്. നമ്മുടെ പരിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഖബറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കിടത്തം, മഹ്ശറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗം അള്ളാഹു കബൂലാക്കട്ടെ. നന്നായിട്ടൊന്ന് ഉറങ്ങി. അല്ലാഹു റബ്ബി. നമ്മൾ എത്ര മണിക്ക് കടന്നു? ഒരു 12 മണി, അല്ലേ? നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ എത്ര സമയം വേണം? എത്ര സമയം വേണം? ഉണരുന്നത് ഇപ്പോൾ എപ്പോഴാന്ന് വിചാരിച്ചിട്ടല്ലേ? ഒരു 3 മണിക്കൂർ ഉറങ്ങാം നമുക്ക്. ഒരു 3 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ഒറ്റ ഉറക്ക് കിട്ടിയാൽ ക്ഷീണമൊക്കെ മാറി റെഡിയായി. 3-3.5 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു അത്ഭുതം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കണ്ട പോലെയല്ല. പിന്നെ അവിടെ കിടക്കുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റിട്ട് അങ്ങനെ ഭൂമിയിൽ ഇരുന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കുകയാണ്. എഴുന്നേറ്റവരൊക്കെ ഇങ്ങനെ മണ്ണിൽ കളിക്കുന്ന കളിയാ കാണും. എന്താ സംഭവം?